ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതുവരെ നമ്മൾ 3 ക്ലാസ്സുകളാണ് ഷുവർ ഷോട്ടിൽ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ 30 ചോദ്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ചോദിക്കാൻ 2 ചോദ്യങ്ങളായിട്ടാണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതിൻ്റെ ചെയർമാൻ ആരാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ CEO, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? രണ്ടും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് 10 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇടുക്കി. ഓക്കെ, ഇത് ഉൾപ്പെടുത്താൻ കാരണം ഇതുവരെ ഏതായിരുന്നു? പാലക്കാട് ജില്ലയായിരുന്നു. ഇപ്പോൾ ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാലക്കാടൻ ടസ്കർ 7 എന്ന ഒറ്റയാനെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ പദ്ധതി ഓപ്പറേഷൻ PT. പാലക്കാടൻ ടസ്കർ 7 എന്ന ഒറ്റയാനെ പിടിക്കാനുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ PT. ഓർത്തുവയ്ക്കാൻ പാലക്കാടൻ ടസ്കർ PT. ഓക്കെ, അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ഉടനീളമുള്ള മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള കേരള പോലീസ് പദ്ധതി ഓപ്പറേഷൻ D ഹണ്ട് ആണ്. ഓക്കെ, ഓപ്പറേഷൻ D ഹണ്ട് ആണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള മയക്കുമരുന്നിന്റെ ഉപഭോഗവും വിൽപ്പനയും തടയാനുള്ള കേരള പോലീസിന്റെ പദ്ധതി. അപ്പോൾ D എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്സ് എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓപ്പറേഷൻ D ഹണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ രാജ്യസഭാ ചേംബർ കാർപ്പറ്റിന്റെ നിറം ചുവപ്പ് നിറമാണ്. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ആകൃതി ഏതാണെന്ന് എല്ലാവർക്കും അറിയോ? ത്രികോണാകൃതിയാണ് കേട്ടോ. അപ്പോൾ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ രാജ്യസഭയുടെ ചേംബർ കാർപ്പറ്റിന്റെ നിറം റെഡ് കളറാണ്. അപ്പോൾ രാജ്യസഭ റെഡ്. ഓക്കെ, അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം. അഞ്ചാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 തീയതിയാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അപ്പോൾ ചാന്ദ്രയാൻ്റെ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് എടുത്തു തരാം കേട്ടോ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 തീയതിയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം? ഇന്ത്യയാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ രാജ്യം റഷ്യയാണ്, രണ്ടാമത്തെ USA, അതുപോലെ തന്നെ 3ാമത്തെ രാജ്യം ചൈനയായിരുന്നു. ഓക്കെ, റഷ്യ, USA, ചൈന എന്നീ 3 രാജ്യങ്ങൾക്ക് ശേഷം 4ാമതായിട്ടാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് ഇന്ത്യ. ഓക്കെ. 7ാമത്തെ ചോദ്യം, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പുതിയ പാർലമെന്റ് മന്ദിരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുതിയ പാർലമെന്റ് മന്ദിരം. 8th ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം? ബ്രിട്ടനാണ്. 2024 ജനുവരിയിൽ ഇഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ബ്രിട്ടൻ. 9th ക്വസ്റ്റ്യൻ, 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റായ റിമാലിന് പേരിട്ട രാജ്യം? ഒമാനാണ്. ഓക്കെ, 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ചോദിച്ചാൽ റിമാലാണ്. റിമാലിന് പേര് നൽകിയത് ഒമാനാണ്. അപ്പോൾ 2 ചോദ്യം ഇതിൽ നിന്ന് തന്നെ പഠിക്കാം. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് എന്നു മുതലാണ്? നമുക്കറിയാം, ഇപ്പം നമ്മുടെ IPC അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറി വേറെ പേരുകളിലൊക്കെ ആയിട്ട് അങ്ങനെ പുതിയ ഒരു ക്രിമിനൽ നിയമങ്ങളൊക്കെ വരികയാണ്. അത് നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. ഓക്കെ, 2024 ജൂലൈ 1 മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം ക്ലാസ്സിൽ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് പോവുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്